ഇവിടെ ആദ്യം തന്നെ നന്ദു ഇവിടെ സൂചിപ്പിക്കേണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസകയായിട്ടുള്ള ഇന്ദിരാഗാന്ധി എന്ന്. നന്ദു ഒരു കാര്യം ഓർമ്മിക്കണം, ഈ 10 വർഷം കൊണ്ടുണ്ടായ നേതാക്കന്മാർ മാത്രമല്ല BJPക്ക് ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ വാജ്പേയി പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ജയിച്ചു വന്ന ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ 4 അതിരുകൾ കാക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട ദുർഗ എന്നാണ്. അങ്ങനെ വിശേഷിപ്പിച്ച ഇന്ദിരാഗാന്ധിയെയാണ് ജനാധിപത്യത്തിൻ്റെ വിധ്വംസക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന് അധിക്ഷേപിച്ചത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നതാണോ അതോ ഇപ്പോൾ ഈ 10 വർഷം കൊണ്ടുണ്ടായ നേതാക്കന്മാർ പറയുന്നതാണോ നിങ്ങളുടെ ആശയങ്ങളെന്നും ഏതാണ് നിങ്ങളുടെ വഴി ഏതാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ പരീക്ഷ രാഹുൽ ഗാന്ധി എവിടെ പോയി എന്നൊക്കെ എന്നോട് ചോദിക്കേണ്ടേ. നോക്കൂ, രാഹുൽ ഗാന്ധി ഏത് സമയത്ത് ഉണരുന്നു, ഏത് സമയത്ത് ആഹാരം കഴിക്കുന്നു, മറ്റെന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു എന്ന് അന്വേഷിക്കേണ്ട കാര്യമോ ബാധ്യതയോ എനിക്കില്ല. എൻ്റെ രാഷ്ട്രീയത്തിലെ എൻ്റെ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി ജീവിതം കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കുകയും അത് ഇന്ന് നരേന്ദ്രമോദി ഒരുപാട് ചർച്ചകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. അദ്ദേഹം ആരുടെ കൂടെ പോയേക്കുവാണ്, എങ്ങോട്ട് പോയേക്കുവാണ്, ആരോട് ചർച്ചയ്ക്ക് പോയേക്കുവാണ് എന്ന് ഇതുവരെയും അത് ചോദിച്ചിട്ടില്ല. അത് തികച്ചും അരാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് ഞാൻ താങ്കളോട് പറയുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തി കൂടിയാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് എടുക്കാം, അദ്ദേഹത്തിന് ഒരു വെക്കേഷൻ എടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാം, അദ്ദേഹത്തിന് വീട്ടിലിരിക്കാം വെറുതെ. ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ല. അദ്ദേഹം ഒരു വ്യക്തിയാണ്. നന്ദുവിനും എനിക്കും താങ്കൾക്കും ഉള്ളതുപോലെ ഇവിടത്തെ ഓരോ വ്യക്തിക്കും ഉള്ളതുപോലെയുള്ള അവകാശങ്ങൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നന്ദുവിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള 10 വർഷമായിട്ട് 12 വർഷമായിട്ട് ഇവിടെ യാതൊരു സമരവും നരേന്ദ്രമോദിക്കെതിരെ ഗവൺമെന്റിനെതിരെ നടന്നിട്ടില്ല എന്ന പച്ചക്കള്ളം ഈ ചാനലിന്റെ മുന്നിൽ വന്നു നിന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ഇത് ജനം ടിവിയുടെ ഫ്ലോർ ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇത്രയധികം ധൈര്യം വന്നത് ഈ പച്ചക്കള്ളം ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറയാനായിട്ട്? ഇവിടെ നടന്ന കർഷക സമരത്തിൽ എത്ര മാസക്കാലമാണ് കർഷക സമരം നടന്നത്? ആ കർഷക സമരത്തിൽ എത്ര കർഷകരെയാണ് നിങ്ങൾ കൊന്നൊടുക്കിയത്? അങ്ങനെയുള്ള എത്ര സമരങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് നരേന്ദ്രമോദിക്കെതിരായിട്ട്? അതൊന്നും അഡ്രസ് ചെയ്യാതെ ആനയെ പട്ടിയാക്കുന്ന രീതിയിലുള്ള ഈ ചർച്ചയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയരുത്. ഇന്ത്യയിലെ യുവത്വത്തെ ചോദ്യം ചെയ്യുന്ന യുവാക്കളുടെ ആവശ്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളോട് ഇവിടെയുള്ള പൊതുജനങ്ങൾ പ്രതികരിക്കും. അതിനൊപ്പം നിശ്ചയദാർഢ്യമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ നിൽക്കും. ശ്രീമതി ദീപാനിൽ പറഞ്ഞത് ഒന്ന്, രാജ്യത്ത് ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിനെ അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ പുകഴ്ത്തി എന്നുള്ളതാണ് അവർ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന വലിയ കണ്ടുപിടുത്തം. ആ കണ്ടുപിടുത്തം നിലനിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ജനസിലുള്ള ആളുകളായിരുന്നില്ല അന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. അത് ഇന്ന് രാജ്യത്തിന് എന്ത് കോട്ടം തട്ടിയാലും രാജ്യത്ത് മറുപടി പറയാൻ നിൽക്കുമ്പോൾ അതിന് ഇടപെടുക എന്ന് പറഞ്ഞ ഒരു നല്ല രീതിയല്ല. ഞാൻ അങ്ങനെ ഇടപെടാറില്ല. ഇനി ഞാൻ പറഞ്ഞത്, രാജ്യത്ത് ഒരു യുദ്ധം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ചോദിച്ചിട്ടില്ല അങ്ങനെ. പക്ഷെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസ്സുകാരനായിട്ടുള്ള രാഹുൽ ഗാന്ധി ചോദിച്ചത് എത്ര പൈലറ്റുമാർ നമുക്ക് നഷ്ടപ്പെട്ടു, എത്ര സൈനികരെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് തരം താഴ്ന്നവരായിരുന്നില്ല ആ കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നത്. അതുകൊണ്ട് അവർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ശക്തി കൊടുത്തു, അവരോടൊപ്പം അവർക്ക് പൊളിറ്റിക്കലി അവർക്ക് കൊടുക്കേണ്ട ഇമ്മ്യൂണിറ്റി അത് കൊടുത്തത് ജനാധിപത്യ മൂല്യങ്ങളെ ധ്വംസിച്ച, ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരായി നിന്ന, ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെച്ച ഇന്ദിരാഗാന്ധിക്കുള്ള പിന്തുണയായി നിങ്ങൾ കാണരുത്. ഒരു രാഷ്ട്രത്തിന് കൊടുത്ത പിന്തുണയാണ്, രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിക്ക് കൊടുത്ത പിന്തുണയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊടുത്തത്. താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഇതുപോലുള്ള വെക്കേഷൻ എടുക്കാൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് എല്ലാ വർഷവും 2-2.5 മാസം വെക്കേഷൻ വേണം. പക്ഷേ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 22-23 വർഷമായി രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആയി നിൽക്കുന്ന 24 മണിക്കൂറും ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി ഒരു അരമണിക്കൂർ നേരം വെക്കേഷൻ എടുക്കുന്നതായിട്ട് ഞങ്ങൾ കേൾക്കുന്നില്ലല്ലോ, ഈ രാജ്യം കേൾക്കുന്നില്ലല്ലോ. അത്ര കണ്ട് രാജ്യത്തിനെ കുറിച്ച് ഒരു തവണ പോലും ചിന്തിക്കാതെ ഈ രാഷ്ട്രത്തിന് വേണ്ടത് എന്താണോ, ഈ രാഷ്ട്രത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നിൽക്കേണ്ട ഒരാൾ ആ രാഷ്ട്രത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നിൽക്കാതെ ഇത്തരത്തിൽ വ്യക്തിപരമായ സുഖലോലുപതയിലേക്ക് പോകുമ്പോ അതിനെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുമെന്നേ, അവർ കൃത്യമായി മറുപടി പറയേണ്ടി വരുമെന്നേ. അത്തരം കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ ഒന്നിനും ഉത്തരവില്ലാതെ കോൺഗ്രസ് ഒരു കാലഘട്ടം
ആഴത്തിൽ വ്യക്തി ചിന്തിക്കാൻ ജീവിതത്തിൽ മനസ്സിലായില്ലേ? കടന്നുകയറിക്കൊണ്ട് ഇത്തരം ബഹളം അദ്ദേഹം ഉണ്ടാക്കിയത് എന്ത് കൊണ്ടൊന്നും ചെയ്യുന്നു? സത്യത്തിന്റെ നന്ദു മുഖം മറച്ചു ഇവിടുന്ന് വെക്കാൻ സാധിക്കില്ല. പോകുന്നത് ഇത്തരം എങ്ങോട്ടാണ് മുഖം എന്ന് എനിക്കറിയേണ്ട ഇത്തരം ആവശ്യമില്ല. ഈ അതുകൊണ്ടാണല്ലോ ചർച്ചയ്ക്ക് കേരള ശേഷം നന്ദു മുഖ്യമന്ത്രി എങ്ങോട്ടാണ് ഞാൻ പറയാം, പോകുന്നത് ഞാൻ എനിക്ക് പറയാം, അറിയേണ്ട സമാധാനപ്പെട്ട ആവശ്യമില്ല. നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് മുമ്പ് കർണാടകയിൽ എങ്ങോട്ടാണ് പോയതെന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു ഭരണകക്ഷി ഇവിടെ ഭരണം നടത്തുന്ന സാഹചര്യത്തിൽ രാഹുൽ എവിടെയാണ് എന്ന് ചോദിക്കുന്നതിന് പ്രസക്തിയില്ല എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി തന്നെ പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ വിഷയം അതല്ല. ആയതുകൊണ്ട് അങ്ങനെ പറയും. ഈ പറഞ്ഞ നീറ്റ് അതൊരു ജനാധിപത്യ പരീക്ഷയ്ക്കെതിരായ ബോധമുള്ള ചാനലിന്റെ ഫ്ലോറിൽ അത് പറയില്ല. രാഷ്ട്രവിരുദ്ധരാണ് ആ പ്രതിഷേധങ്ങൾ നടത്തുന്നത് എങ്കിൽ ആ പ്രതിഷേധത്തെ നേരെ നോക്കി കാണാനാവില്ല. അവരുടെ ഓരോ പോരാട്ടങ്ങളും അത് രാഷ്ട്രവിരുദ്ധതയായി തന്നെ കണക്കാക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.